ഏവർക്കും സ്നേഹവന്ദനം. നമ്മുടെ നാട്ടിൽ ഹമാസിനെ അനുകൂലിച്ചുകൊണ്ട് ഹമാസിന്റെ തത്വചിന്തകളോട് കൂടുതൽ അടുപ്പമുള്ളതായ ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന സംഘടന ഈ അടുത്ത സമയങ്ങളിൽ കോഴിക്കോട് വെച്ച് വലിയൊരു സമ്മേളനം നടത്തുകയും അവർ റാലി നടത്തുകയും അവരുടെ ഒരുപാട് പ്രദർശനങ്ങൾ നടത്തുകയൊക്കെ ചെയ്തു. അതിനകത്ത് അവർ വളരെ കൃത്യമായിട്ട് ഒരു കാര്യം പറഞ്ഞു, ഇസ്രായേലിനെ എല്ലാ വിധത്തിലും പ്രതിരോധിക്കണം. അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ അടുത്ത എപ്പിസോഡിൽ തരുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ഇന്ന് അതുമായി ബന്ധപ്പെട്ട ചില വസ്തുതകൾ അറിയാനായിട്ട് താല്പര്യപ്പെടുകയാണ്. ഒന്നാമതായിട്ട് നമ്മൾ ചിന്തിക്കാൻ പോകുന്ന ഹമാസ് ഇസ്രായേൽ സംഘർഷത്തെ കുറിച്ചാണ്. ഹമാസ് ഇസ്രായേൽ സംഘർഷം എന്ന് പറയുന്നത് ഒരു ആഗോള സമാധാനത്തിന് മുന്നിലുള്ള വെല്ലുവിളിയായി തന്നെ നമ്മൾ കാണുകയാണ്. മധ്യ പൂർവ്വ ഏഷ്യയിലെ ഏറ്റവും ദീർഘകാലവും രക്തസാക്ഷ്യപൂർണവുമായ പ്രശ്നങ്ങളിൽ ഒന്നാണ് ഇസ്രായേൽ പാലസ്തീൻ സംഘർഷം എന്നുള്ളത് നമുക്കറിയാം. 2023 ഒക്ടോബർ 7 ഹമാസ് ഇസ്രായേലിൽ നടത്തിയ ആക്രമണവും അതിൻ്റെ പ്രതിക്രിയയായി ഇസ്രായേൽ നടത്തിയ വൻതോതിലുള്ള സൈനിക നടപടിക്രമങ്ങളും ഈ സംഘർഷത്തെ ലോക ശ്രദ്ധയുടെ കേന്ദ്രത്തിൽ എത്തിച്ചു എന്നുള്ള നമ്മൾ മനസ്സിലാക്കണം. അനവധി മനുഷ്യരുടെ ജീവനും ഭവനവുമാണ് ഈ യുദ്ധം തകർത്തെറിഞ്ഞത്. നമുക്കറിയാവുന്ന പോലെ ഇത് ഇസ്രായേൽ കയറി ഹമാസിനെ അടിച്ചതല്ല, പലസ്തീൻ നാട്ടിലേക്ക് അവർ കയറി ചെന്നല്ല വോളണ്ടറി ആയിട്ട്, മറിച്ച് ഹമാസ് ഇരന്നു വാങ്ങിയതായിട്ടുള്ള ഒരു യുദ്ധമായിരുന്നു എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. അതിനെ മറച്ചു വെക്കുവാൻ വേണ്ടി മറ്റെന്തെല്ലാം ന്യായവാദങ്ങൾ ആരെല്ലാം ഉന്നയിച്ചാലും അവയൊന്നും തന്നെ നിൽക്കുകയില്ല. പ്രത്യേകിച്ച് ഇവിടുത്തെ പല രാഷ്ട്രീയ നേതാക്കന്മാരും അവരുടെ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടിയോ ഏതെങ്കിലും ഒരു മതത്തെ പ്രീണിപ്പിക്കാൻ വേണ്ടിയോ ഒക്കെ നടത്തുന്ന പ്രസ്താവനകളും അതിനു വേണ്ടി നടത്തുന്ന ഒരുപാട് റാലികളോ വലിയ സമ്മേളനങ്ങളോ അതിനെ സംബന്ധിച്ചുള്ള ചരിത്രപരമായ വസ്തുതകൾ പരാമർശിക്കുന്ന ഒക്കെ ഓർത്തുകൊള്ളുക. ഇത് ഇസ്രായേലിലേക്ക് ഹമാസുകളായിട്ടുള്ള തീവ്രവാദികൾ, ക്രൂരന്മാരായിട്ടുള്ള ആളുകള് ആ ഇസ്രായേലിലേക്ക് കയറി 1400 ചില്ലുവാനം ആളുകളെ കൊല്ലുകയും 300 ചില്ലുവാനം ആളുകളെ ബന്ദികളാക്കി കൊണ്ടുപോവുകയും ചെയ്തു. അതിനെക്കുറിച്ച് ആർക്കും ഒരു പരിഭവവും നമ്മുടെ നാട്ടിലില്ല എന്നുള്ളതാണ് ഏറ്റവും ഖേദകരമായ കാര്യം. ഇസ്രായേലികൾ കൊല്ലപ്പെടേണ്ടുന്നവരാണ്, യഹൂദികളെ ജീവിച്ചിരിക്കാൻ പാടില്ല എന്നൊക്കെയാണ് പല ആളുകളുടെയും ചിന്തകൾ. അതിൻ്റെ ഫലമായിട്ടാണ് ഈ ഹമാസിനെ വാഴ്ത്തിപ്പാടുന്നതായിട്ടുള്ള നിരവധി പ്രസ്താവനകളും അതേപോലെ തന്നെ നിരവധി സമ്മേളനങ്ങളും അതിനകത്ത് പോയി കൊടി പിടിക്കുന്നതും അതിനകത്ത് പോയി ഇൻകിലാബ് മുഴക്കും ഒക്കെ ചെയ്യുന്നത്. ഓർത്തുകൊള്ളുക, നിങ്ങൾക്ക് തന്നെ കുഴി തോണ്ടുകയാണ്. കാരണം ഇസ്രായേലിലെ യഹൂദികൾ അല്ല, അമേരിക്കയിലെ യഹൂദികൾ കേരളത്തിലും അവരുടെ ബിസിനസ്സുകൾ വളരെ കൃത്യമായി ഉറപ്പിച്ചു കഴിഞ്ഞു. നിങ്ങൾക്ക് പിരിച്ചു മാറ്റുവാൻ കഴിയാത്ത വിധത്തിൽ ആ വിധത്തിൽ ഇവിടെ അവര് അടിവേര് ഉറപ്പിച്ചു കഴിഞ്ഞു എന്നുള്ളത് മറന്നു പോകരുത്. അതുകൊണ്ട് തന്നെ പലരുടെയും അടിവേരുകൾ മാന്തുവാനും അവർക്ക് സാധിക്കും എന്നുള്ളത് ഓർത്തുകൊള്ളുന്നത് നന്നായിരിക്കും. ഞാനിത് വെറുതെ പറയുന്നതല്ല, ഒരുപാട് പഠനങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിൽ മാത്രം നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നതാണ്. അപ്പൊ നമ്മൾ ഓർക്കണം, ഹമാസ് ക്രൂരമായി നടത്തിയതായിട്ടുള്ള ആ വേഴ്ച, അവിടെ ഇസ്രായേലിൽ കയറി നടത്തിയിട്ടുള്ള ഭീകര പ്രവർത്തനങ്ങൾ, അവയെ ഇന്ന് വരെ കേരളത്തിലെ ഒരു രാഷ്ട്രീയ നേതാവും തള്ളിപ്പറഞ്ഞിട്ടില്ല. എന്തുകൊണ്ടാണ് അത് പറയാത്തത്? ഒരു രാഷ്ട്രീയ നേതാവെന്ന് പറയാൻ പറ്റില്ല. പ്രിയപ്പെട്ട ഡോക്ടർ ശശി തരൂർ അതിനെ തള്ളി പറഞ്ഞിരുന്നു. അദ്ദേഹം വളരെ കൃത്യമായിട്ട് പറഞ്ഞു ഹമാസ് ഒരു ഭീകര സംഘടനയാണെന്ന്. അപ്പൊ അതൊഴിച്ച് മറ്റൊരു രാഷ്ട്രീയ നേതാക്കന്മാരും അതിനെ തള്ളി പറഞ്ഞിട്ടില്ല. അതിന്റെ കാരണം ചില പ്രീണന നയങ്ങളാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നിഷ്പക്ഷമായിട്ടുള്ള ചിന്താഗതിയോടുകൂടെ ചിന്തിക്കുന്ന മുസ്ലിം സഹോദരങ്ങളും ഹൈന്ദവ സഹോദരങ്ങളും ക്രൈസ്തവ സഹോദരങ്ങളും ഒരുമിച്ച് പറയുന്ന ഒരു കാര്യം, മതമില്ലാത്തവരും ഒക്കെ ഒരുമിച്ച് പറയുന്ന ഒരു കാര്യം, ഈ പ്രശ്നങ്ങളെല്ലാം തന്നെ ഉരുവാക്കിയത് ഹമാസ് എന്ന് പറയുന്ന ആ ഭീകര പ്രസ്ഥാനമാണ്. എന്തിനു വേണ്ടിയിട്ടാണ് അവർ ഈ വിധത്തിൽ ഈ കാര്യങ്ങൾ ചെയ്തത് എന്നുള്ളത് നമുക്ക് നോക്കാം. ഒന്നാമതായിട്ട് സംഘർഷത്തിന്റെ മൂലകാരണങ്ങളെ കുറിച്ച് ചിന്തിക്കാം. ഇസ്രായേൽ പലസ്തീൻ പ്രശ്നം ഒരു മതയുദ്ധമാണ് എന്ന് ഞാൻ പറയുമ്പോൾ അതിൻ്റെ ആധികാരികമായ ചില തെളിവുകളോടുകൂടിയാണ് പറയുന്നത്. കാരണം ഹമാസ് രൂപീകൃതമായിരിക്കുന്നത് തന്നെ ഇസ്രായേലികളെ കൊന്നൊടുക്കുവാൻ
ചെയ്യുവാൻ വേണ്ടിയിട്ടും ഇസ്രായേലികളെ ഭൂമിയുടെ പരപ്പിൽ നിന്ന് ഇല്ലായ്മ ചെയ്യുവാൻ വേണ്ടിയിട്ടുമാണ്. അത് ആ ആശയം അവർക്ക് ലഭിച്ചിരിക്കുന്നത് അവരുടെ വേദഗ്രന്ഥത്തിൽ നിന്നാണ്. അപ്പോൾ അതൊരു മതയുദ്ധമാണ്. 1948 ഇസ്രായേൽ രാഷ്ട്രം രൂപം കൊണ്ടപ്പോൾ തന്നെ പലസ്തീൻ ജനതയുടെ ഭൂരിഭാഗവും അഭയാർത്ഥികളായി മാറി എന്നാണ് അവരിപ്പോൾ വാദിക്കുന്നത്. അതിന് ശേഷമുള്ള അറബ് ഇസ്രായേൽ യുദ്ധങ്ങളും വെസ്റ്റ് ബാങ്ക്, ഗാസ പ്രദേശങ്ങൾ തുടങ്ങിയവയുടെ അധിനിവേശവും ഇരുപക്ഷത്തും വെറുപ്പും അതിക്രമവുമാണ് വളർത്തിയിട്ടുള്ളത്. ഹമാസ് 1987 മുസ്ലിം ബ്രദർഹുഡ് പ്രസ്ഥാനത്തിന്റെ ഭാഗമായാണ് രൂപം കൊണ്ടത്. അതിന്റെ പ്രഖ്യാപിത ലക്ഷ്യമെന്ന് പറയുന്നത് ഇസ്രായേൽ അധിനിവേശത്തെ അവസാനിപ്പിച്ച് പലസ്തീൻ ഭൂമിയിൽ ഒരു സ്വതന്ത്ര ഇസ്ലാമിക രാഷ്ട്രം സ്ഥാപിക്കുക എന്നതാണ്. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, ഇതൊരു മതപരമായ യുദ്ധമാണ്. അവർക്ക് ഇസ്രായേലിനോടുള്ള കടുത്ത വൈരാഗ്യത്തിന്റെ കാരണം ഇസ്രായേൽ ഭൂമുഖത്തുണ്ടെങ്കിൽ അവരുടെ തന്ത്രങ്ങളോ അവരുടെ കുതന്ത്രങ്ങളോ മറ്റുള്ള സ്ഥലങ്ങളിലേക്കുള്ള അവരുടെ അധിനിവേശമോ ഒന്നും തന്നെ ഈസിയായിട്ട് നടക്കുകയില്ല. കാരണം ഇസ്രായേൽ അത് പ്രതിരോധിക്കാൻ തക്കവണ്ണം ശക്തമായിട്ടുള്ള വെപ്പൻസ്, ആയുധങ്ങള് ഉണ്ടാക്കുന്നവരാണ്. അതിന് അവർക്ക് ശേഷിയുണ്ട്. അപ്പോൾ ഇസ്രായേൽ ഇല്ലാതെയായി കഴിഞ്ഞാൽ ലോകരാഷ്ട്രങ്ങളിലേക്ക് അവരുടെ അധിനിവേശം നടത്താൻ സാധിക്കുമെന്ന് വളരെ കൃത്യമായിട്ട് അവർക്കറിയാം. അതുകൊണ്ട് പലസ്തീനിൽ ഹമാസിനെ വെച്ച് കളിക്കുന്ന ഒരുപാട് ആളുകളെ പുറകിലുണ്ട്. ഒരുപാട് ഇസ്ലാമിക രാഷ്ട്രങ്ങൾ, ഇറാൻ അടക്കമുള്ള ഇസ്ലാമിക രാഷ്ട്രങ്ങൾ അതിനുവേണ്ടിയാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അത് നമ്മുടെ മനസ്സിലിരിക്കണം. അതിനെ നമുക്ക് തിരസ്കരിക്കാനോ തള്ളിക്കളയാനോ കഴിയുന്ന ഒരു വസ്തുതയല്ല. സത്യസന്ധമായിട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ ഇതിന്റെ യാഥാർത്ഥ്യമാണ്. രണ്ടാമതായിട്ട് ഇപ്പോഴത്തെ സംഘർഷം 2023 ഒക്ടോബർ 7 ഹമാസ് ഇസ്രായേലിലെ പല ഗ്രാമങ്ങളിലും പട്ടണങ്ങളിലും ഒരേ സമയം കയറി നൂറുകണക്കിന് സാധാരണക്കാരായിട്ടുള്ള പൗരന്മാരെ കൊന്നു എന്ന് മാത്രമല്ല 300 ചില്ലുവാനും ആളുകളെ ബന്ദികളാക്കി തീർത്തു. ഈ സാധാരണക്കാരെന്ന് പറയുമ്പോൾ പിഞ്ചോമനകളായിട്ടുള്ള കുഞ്ഞുങ്ങള്, അതോടൊപ്പം തന്നെ വയോവൃദ്ധരായിട്ടുള്ള പ്രായമുള്ള സ്ത്രീ പുരുഷന്മാര്, അതേപോലെ മധ്യവയസ്കരായിട്ടുള്ളവരെ, യുവജനങ്ങളെ, കരുത്തും പ്രാപ്തിയുമുള്ള നിരവധി യുവജനങ്ങളെയൊക്കെ അവര് കൊന്നൊടുക്കുവാനിടയായി തീർന്നു. ഓർക്കണം, ഈ യഹൂദികളിൽ ഓരോ വ്യക്തികളും ലോകത്തിന് എന്തെങ്കിലും തനതായിട്ടുള്ള സംഭാവന കൊടുക്കുവാൻ കഴിവുള്ളവരാണ്. ഒന്നുകിൽ അവരെ ശാസ്ത്രീയപരമായിട്ടുള്ള നേട്ടങ്ങൾ കൈവരിക്കാൻ കഴിവുള്ളവരാണ്, അല്ലെങ്കിൽ സാമൂഹികപരമായിട്ടുള്ള ശേഷിയോടുകൂടെ പ്രവർത്തിക്കുന്ന ആളുകളാണ്. ഇങ്ങനെ നിരവധി മേഖലകളിൽ നമുക്കറിയാവുന്ന പോലെ വൈദ്യശാസ്ത്രങ്ങളിലും ഒക്കെ നിരവധി കോൺട്രിബ്യൂഷൻസ് നടത്തുവാൻ കഴിവുള്ള അങ്ങനെയുള്ള ആളുകളെയാണ് ഇവരെ കൊന്നൊടുക്കിയിരിക്കുന്നത്. അതിന്റെ അർത്ഥം എന്താണ്? ലോകത്തിന്റെ സമ്പദ് വ്യവസ്ഥയെയും ലോകത്തിന്റെ ശാസ്ത്രീയമായ പുരോഗതിയെയും ഇല്ലായ്മ ചെയ്യുക എന്നുള്ളതാണ് ഇവരുടെ ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് ഇത്ര ഭീകരമായ ക്രൂരതകളെ അവരെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ഭീകരാക്രമണത്തിന് മറുപടിയായിട്ടാണ് ഗാസയിൽ വൻതോതിലുള്ള വ്യോമാക്രമണങ്ങളും കരയിലൂടെയുള്ള മുന്നേറ്റങ്ങളും ഇസ്രായേൽ നടത്തിയത്. അപ്പോൾ ഇസ്രായേലിനെ പഴിക്കുന്നതായിട്ടുള്ള ആളുകള് ഈ കാര്യങ്ങൾ കൂടെ മനസ്സിലാക്കണം. ഞാൻ ചോദിക്കട്ടെ, പലസ്തീനിൽ ഈ ഹമാസുകൾ ചെയ്യുന്നതായിട്ടുള്ള കൊടും ക്രൂരതയെ കുറിച്ച് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? പലസ്തീൻ ജനത തന്നെ ഇവരെ വെറുക്കുന്നവരാണ്. കാരണം ഈ ഹമാസിനെ കൊണ്ട് ലോകത്തിന് എന്തെങ്കിലും ഒരു ഗുണമുള്ളതായിട്ട് നിങ്ങൾ പറ. അവരുടെ നേതാക്കന്മാരെല്ലാം തന്നെ നമുക്കറിയാവുന്ന പോലെ ഖത്തറില് അവിടെ വളരെ സുഖലോലിപരതായി കഴിയുകയാണ്. സുഖലോലിപർ എന്ന് പറയുമ്പോൾ പാവപ്പെട്ട ജനത്തിന്റെ പേരിൽ ഈ പലസ്തീനിൽ ക്രൂരമായി പീഡിപ്പിക്കപ്പെടുന്ന, ഹമാസിനാൽ തന്നെ പീഡിപ്പിക്കപ്പെടുന്ന, ഹമാസിനാൽ ദുഷ്ടചിത്രങ്ങളെല്ലാം രൂപീകരിച്ച് ലോകത്തിലേക്കൊക്കെ അയച്ചു കൊടുത്തിട്ട് അതിന്റെ മറവിൽ പണം ശേഖരിച്ചുകൊണ്ട് സുഖലോലിപരായി കഴിയുന്നതായിട്ടുള്ള ഹമാസിന്റെ നേതാക്കന്മാർ അവർ ഖത്തറിലും മക്കയിലും മറ്റുള്ള രാജ്യങ്ങളിലും ഒക്കെ അവരിങ്ങനെ സുഖിച്ച് നടക്കുകയാണ്. അങ്ങനെയുള്ള ഈ ക്രൂരന്മാർ പാവപ്പെട്ട പലസ്തീനികളെ വിൽക്കുകയാണ്, വിറ്റ് തിന്നുകയാണ്. എത്ര ക്രൂരന്മാരാണ് ഇവര്! അവരുടെ ഈ ക്രൂരതയും തന്ത്രങ്ങളും എന്നേക്കുമായിട്ട് അവസാനിപ്പിക്കേണ്ടുന്ന ഒരു ഉത്തരവാദിത്തം ലോകത്തിലെ ജനങ്ങൾക്കുണ്ട് എന്നുള്ളത് ഇപ്പോൾ എല്ലാവരും തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ കേരളത്തിലെ ഇവിടുത്തെ പ്രത്യേക വിഭാഗം, പ്രത്യേകിച്ച് ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്നതായിട്ടുള്ള സംഘടന, അത് ശരിക്കും അതിനെക്കുറിച്ച് എൻ്റെ ഒരു സ്നേഹിതൻ, ഒരു ടീച്ചർ, മുസ്ലിം ടീച്ചർ എഴുതിയിരിക്കുന്നത് ഹമാസിന്റെ
ഈ കേരള ഘടകം എന്നാണ്. അങ്ങനെയുള്ള ഈ വിഭാഗം വളരെ ക്രൂരമായിട്ട് ഹമാസുകൾ ചെയ്യുന്ന പ്രവൃത്തികളെ ന്യായീകരിക്കുകയും എന്നിട്ട് അദ്ദേഹം പറയുന്നത്, അതിനകത്തൊരു വിദ്വാൻ, ഒരു നേതാവ് പറയുന്നത് നിങ്ങൾക്ക് കേൾക്കാം. അദ്ദേഹം പറയുകയാണ്, മദ്രസകളിൽ ഇസ്രായേലിനെതിരെ നിങ്ങൾ പഠിപ്പിക്കണം. അത് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. വർഷങ്ങളായിട്ട്, നൂറ്റാണ്ടുകളായിട്ട് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം. അതിനെ കുറെ കൂടെ ആഴത്തിൽ, കുറെ കൂടെ ക്രൂരത ആർന്ന വാക്കുകളോടുകൂടെ പഠിപ്പിക്കാൻ തക്കവണ്ണം അത് കാണിക്കുന്നത് എന്താണ്? അങ്ങനെ പഠിപ്പിക്കുമ്പോൾ ഒരു മതവൈരാഗ്യത്തെ കൊച്ചുകുട്ടികളുടെ മനസ്സിലേക്ക് കുത്തിച്ചെലുത്തുകയാണ്. അപ്പോൾ ക്രൂരതയുടെ പര്യായങ്ങളാക്കി ഇവിടുത്തെ ജനതയെ തീർക്കണമെന്നുള്ള വലിയ വ്യാമോഹമാണ് ജമാഅത്തെ ഇസ്ലാമിക്കുള്ളത്. അതുകൊണ്ട് തന്നെ ജമാഅത്തെ ഇസ്ലാമി കേരളത്തിന് ശാപമാകുമെന്നതിന് യാതൊരു സംശയമില്ല. വളരെ കൃത്യമായിട്ട് ഞാൻ പറയാം. ജമാഅത്തെ ഇസ്ലാമി കേരളത്തിന് അധിക നാൾ കഴിയുന്നതിന് മുമ്പ് കേരള ജനത, മലയാളി ജനത മനസ്സിലാക്കാൻ പോകുന്ന വലിയ ഒരു കാര്യമായിരിക്കും ഈ ജമാഅത്തെ ഇസ്ലാമി ചെയ്യുന്ന ക്രൂരതകൾ. കാരണം ഹമാസിനെ ന്യായീകരിക്കാൻ ക്രൂരരായിട്ടുള്ള മനുഷ്യർക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന് ലോക ജനത ഇന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ അതിനെ ഇപ്പോൾ ന്യായീകരിച്ചു കൊണ്ടിരിക്കുന്ന ജമാഅത്തെ ഇസ്ലാമിക്ക് യാതൊരു മടിയും കൂടാതെ ഈ കാര്യങ്ങൾ ചെയ്യുവാൻ സാധിക്കുമെങ്കിൽ അവര് നമ്മുടെ രാജ്യത്തോട്, നമ്മുടെ നാടിനോട് കാണിക്കാൻ പോകുന്ന ക്രൂരത വളരെ വലുതായിരിക്കും. അതെല്ലാവരും അറിഞ്ഞിരിക്കുന്നത് നന്നായിരിക്കുമെന്ന് ഞാൻ ഒരു മുന്നറിയിപ്പും കൂടെ തരികയാണ്. അപ്പം 100,000-10,000 പലസ്തീൻകാര് കൊല്ലപ്പെടുവാൻ കാരണം എന്ന് പറയുന്നത് ഈ ഹമാസ് എന്ന് പറയുന്ന ഭീകര സംഘടനയാണ്. മൂന്നാമതായിട്ട് നമ്മൾ ചിന്തിക്കുന്നത് ഇരുപക്ഷങ്ങളുടെയും നേതാക്കളുടെ സമീപനത്തെ കുറിച്ചാണ്. ഹമാസ് നേതാക്കൾ അവരുടെ പ്രവർത്തനങ്ങളെ സ്വാതന്ത്ര്യ സമരം എന്നാണ് ഓമന പേരിൽ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. അവർക്ക് പ്രധാനമായ ലക്ഷ്യം ഇസ്രായേൽ അധിനിവേശത്തെ അവസാനിപ്പിക്കുക എന്നതാണെങ്കിലും മാത്രമല്ല, ഇസ്രായേൽ എന്ന് പറയുന്ന, യഹൂദികൾ എന്ന് പറയുന്ന ആ വിഭാഗത്തെ ഇല്ലാതാക്കുകയും അതോടൊപ്പം തന്നെ അന്തർദേശീയ സമൂഹം ഹമാസിനെ സപ്പോർട്ടീവായിട്ട് വരണം എന്നുള്ളത് അവർ ചിന്തിക്കുകയാണ്. പക്ഷേ ഇന്റർനാഷണൽ ലെവലിൽ തന്നെ ഹമാസിനെ ഒരു ഭീകര സംഘടനയായിട്ട് ചിത്രീകരിച്ചിട്ടുണ്ട്. അപ്പോൾ അവർക്ക് ചർച്ചകൾക്കൊന്നും തന്നെ തയ്യാറല്ല ആണെന്നൊക്കെ അവർ കാണിക്കും. പക്ഷേ കാരണം എന്താണ്? അവരുടെ ആയുധങ്ങൾ ഉപേക്ഷിക്കാൻ അവർക്ക് താല്പര്യമില്ല. അവരോടിപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് പറഞ്ഞിരിക്കുന്നത്, നിങ്ങളുടെ ആയുധങ്ങൾ താഴെ വെച്ച് നിങ്ങൾ സറണ്ടർ ചെയ്യുക. പക്ഷേ ആ വ്യവസ്ഥയെ അവർ പൂർണ്ണമായിട്ടും നിരസിക്കുകയാണ്. അവര് ഖത്തർ, ഈജിപ്റ്റ് തുടങ്ങിയ രാജ്യങ്ങളുടെ മധ്യസ്ഥതയിൽ പങ്കെടുക്കാറുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? ലോകത്തിന് മുമ്പാകെ അത് കാണിക്കാൻ വേണ്ടി, നമ്മളെയൊക്കെ പൊട്ടം കളിപ്പിക്കാൻ വേണ്ടിയിട്ട്, പ്രത്യേകിച്ച് ജമാഅത്തെ ഇസ്ലാമിയൊക്കെ പൊട്ടം കളിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അവർ ചെയ്യുന്നത്. ഇസ്രായേൽ നേതാക്കള് ഇസ്രായേൽ സർക്കാരിന് മുൻതൂക്കവും അതോടൊപ്പം തന്നെ ദേശീയ സുരക്ഷിതയുമാണ് അവരുടെ പ്രധാനപ്പെട്ട അജണ്ടയായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഹമാസ് ഇല്ലാതായാൽ മാത്രമേ ആ ഏരിയകളിൽ സമാധാനം ഉണ്ടാകൂ എന്ന് അവരുടെ നിലപാടാണ്. അവർ ഹമാസ് പൂർണ്ണമായി ആയുധങ്ങൾ ഉപേക്ഷിക്കണമെന്ന് ആവശ്യപ്പെടുന്നു. തടവുകാരുടെ മോചനം അവർ ആവശ്യപ്പെടുന്നു. ഇനി വളരെ കുറച്ച് തടവുകാർ മാത്രമേ ജീവനോടെ ശേഷിക്കുന്നുള്ളൂ. ബാക്കിയുള്ളവരെല്ലാം അവരെ കൊന്നൊടുക്കിയിരിക്കുകയാണ്. എന്നിട്ടും അതിനെ ന്യായീകരിക്കാൻ തക്കവണ്ണം മലയാളികളായിട്ടുള്ള ജമാഅത്തെ ഇസ്ലാമികൾക്ക് എങ്ങനെ നാവ് പൊന്തുന്നു എന്നാണ് ഇവിടുത്തെ പല ആളുകളും രഹസ്യമായി ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. നാലാമതായിട്ട് ഞാൻ ഇതിന്റെ കൺക്ലൂഷനായിട്ട് പറയുന്നത്, ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വെച്ച സമാധാന നിർദ്ദേശം 2025 ഒക്ടോബറിൽ വളരെ കൃത്യമായിട്ട് അദ്ദേഹം പറയുകയുണ്ടായി. അപ്പോൾ നോക്കണം, 7-ാം തീയതി, ഇനി അധിക ദിവസമില്ല, ഈ 7-ാം തീയതി ക്ക് മുമ്പായിട്ട് ഹമാസ് സറണ്ടർ ചെയ്തില്ലെങ്കിൽ, വെടിനിർത്തൽ നടത്തിയില്ലെങ്കിൽ, തടവുകാരെ വിട്ടയച്ചിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും ഗാസയിൽ അന്തർദേശീയ മേൽനോട്ടം നടക്കുകയും പുനർനിർമ്മാണത്തിനും അതേപോലെ തന്നെ വലിയ ഫണ്ടുകളൊക്കെ ഹമാസിന് കിട്ടുമെന്ന് വിചാരിക്കുന്നതൊക്കെ ഇല്ലാതാകുകയും അതോടൊപ്പം തന്നെ ഇസ്രായേൽ അവിടെ കയറി താണ്ഡവ നൃത്തമാടുകയും ചെയ്യും. കാരണം അവർ ഓൾറെഡി പ്രഖ്യാപിച്ചു കഴിഞ്ഞു, അവിടെ നിന്ന് മാറിപ്പോകാത്തവരെല്ലാം തന്നെ ഭീകര സംഘടനയുടെ ഭാഗമാണെന്ന് അവർ കണക്കാക്കും. അങ്ങനെ അവിടെ യുദ്ധം രൂക്ഷമാക്കും എന്ന് പറയുകയുണ്ടായി. ആർക്കും ഇമാജിൻ ചെയ്യാൻ കഴിയാത്ത വിധത്തിൽ തന്നെ അത് തകർന്നടിയും. അവിടെ തകർന്നടിഞ്ഞു കഴിഞ്ഞാൽ അതൊരു പുതിയ രാജ്യമായിട്ട് മാറുകയും ചെയ്യുമെന്നതിന് യാതൊരു സംശയമില്ല. അതുകൊണ്ട് ഹമാസിനെ പിന്തുണയ്ക്കുന്ന മലയാളികൾ ഓരോരുത്തരും കേട്ടോണം, ഇസ്ലാമിക ഭീകരവാദമോ അല്ലെങ്കിൽ അതേപോലുള്ള
പോലുള്ള കാര്യങ്ങളെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്. ജമാഅത്തെ ഇസ്ലാമിയുടെ ഇത്തരം ഇരട്ട നയങ്ങൾ ഇവിടെ വളരെ സൗഹാർദ്ദപരമായിട്ട് എല്ലാവരുമായിട്ട് മുഖം കാണിക്കുകയും എന്നാൽ ഭീകരവാദികൾക്ക് അനുകൂലമായ നിലപാടുകളെടുത്ത് സാധാരണക്കാരെ കൂടെ അതിലേക്ക് ആകർഷിക്കുകയും ചെയ്യുന്ന നിങ്ങളുടെ ഇത്തരം തന്ത്രങ്ങളെ തിരിച്ചറിയാൻ ഞങ്ങൾക്ക് സാധിക്കും എന്നുള്ളത് നിങ്ങൾ വിസ്മരിക്കരുത് എന്ന് ഓർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.